ഹലോ, നമ്മുടെ ഫ്രാഞ്ചൈസി എന്ത് ചെയ്യണം? മാക്സിമം ആളുകളിലേക്ക് സെയിൽ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അതായത് ഫ്രാഞ്ചൈസി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. കാരണം നമ്മൾ കമ്പനി തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫ്രീ ആയിട്ട് തന്നെ ഒരു ഓപ്ഷനാണ് ഈ ഫ്രാഞ്ചൈസി സെല്ലിംഗ് എന്ന് പറയുന്നത്. കാരണം എന്റെ നാട്ടില് ഒരു ഔൾ മിൽക്ക് ഉണ്ട്, മൗസി ഔൾ മിൽക്ക് എന്നാണ് അതിന്റെ പേര്. അപ്പൊ എന്റെ ഒരു കസിന് ഒരു പ്രാവശ്യം ഈ ഔൾ മിൽക്കിന്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇത്ര സുന്ദരനും സുമുഖനും സൽഗുണ സമ്പന്നമായിട്ടുള്ള ഒരു വ്യക്തി വന്ന് സംസാരിക്കുമ്പോ നിങ്ങൾ എല്ലാരും ഇവിടെ ശ്രദ്ധിക്കും. പിന്നെ കിട്ടൂല, കിട്ടുമ്പോ മുതലാക്കിക്കോളി അറിഞ്ഞില്ലേ. അപ്പോ പറഞ്ഞു വന്നത്, എന്റെ നാട്ടില് എന്തുണ്ട്, ഒരു മൗസി ഔൾ മിൽക്ക്. ഇതിന്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ വേണ്ടി എന്റെ സുഹൃത്ത്, എന്റെ കസിന് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച സമയത്ത് അവര് പറഞ്ഞ കാര്യം, ആ പേരിന് അവർക്ക് കൊടുക്കേണ്ടത് 3.5 ലക്ഷം രൂപയാണ്. എത്ര? 3.5 ലക്ഷം രൂപ. ഇതെനിക്ക് കേട്ട അറിവാണ്, അവൻ പറഞ്ഞ അറിവാണ്, ഞാൻ നേരിട്ട് കേട്ടതല്ല. അപ്പോ 3.5 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. ആ സമയത്ത് നമുക്ക് ഇൻഡസ്വ എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി നമ്മുടെ കൈ കിട്ടി. ഇതിന്റെ ഫ്രാഞ്ചൈസി ആളുകളിലേക്ക് നമുക്ക് കൊടുക്കാൻ എന്താ ചെയ്യേണ്ടത്? ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹവും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും ക്ഷമയുമുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. എങ്ങനെ ഫ്രീ ആയിട്ട്? എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി എന്റെ സുഹൃത്ത് തന്നത്, ഞാൻ ലക്ഷങ്ങളോ കോടികളോ കൊടുത്തിട്ടല്ല, ഫ്രീ ആയിട്ട്. എങ്ങനെ ഫ്രീ ആയിട്ട് തന്നാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് ഫ്രാഞ്ചൈസ് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ പറ്റും. ഇന്ന് ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് എനിക്ക് ടീമുണ്ട്. എനിക്ക് ഇന്ത്യ അറിയില്ല. ഇന്ത്യന്ന്, അതായത് ഹിന്ദി സംസാരിക്കുന്ന ഒരാള് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരു മലേഷ്യൻ ട്രിപ്പ് അടിച്ച് ഇവരെ കഴിഞ്ഞ ആഴ്ച എന്റെ ടീമിനുണ്ട്. എനിക്ക് ഇന്ത്യ അറിയില്ല, സത്യം. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച എന്റെ ടീമിൽ വന്നത് ഒരു മലേഷ്യൻ ട്രിപ്പ് കോൺടെസ്റ്റ് അച്ചീവർ വെസ്റ്റ് ബംഗാളിൽ. ഇന്ന് പല ഭാഗത്ത് ഇന്ന് എന്റെ ടീം, എന്റെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ, ആളുകൾ ഫ്രാഞ്ചൈസി മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിച്ചുകൊണ്ടേയിരുന്നു. 2-4 അങ്ങനെ ഇന്ന് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു വലിയ ടീമിന്റെ ഒരു നേതൃത്വം നൽകുന്ന ലെവലിലേക്ക് എനിക്ക് മാറാൻ പറ്റും. അപ്പൊ ഈ ലെവലിൽ നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ആഴ്ച, ചിലപ്പോ ഇന്നായിരിക്കും ആദ്യത്തെ ആഴ്ച, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഈ പ്രൊഡക്റ്റിനോട് പറഞ്ഞാൽ ഞാൻ വരാം, നിന്റെ അടുത്തേക്ക് ഞാൻ വരാം, ഞാൻ ആദ്യം 2 ഫ്രാഞ്ചൈസി ബിൽഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റിനോട് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉമ്മന്റെ കയ്യിൽ കൊടുത്ത് ഐശ്വര്യമായിട്ട് ഉമ്മന്റെ കയ്യിലും കൊടുത്തിട്ട്, ഉമ്മക്ക് ഐശ്വര്യമായിട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ വൈഫിന് ഐശ്വര്യമായിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങണം. എവിടേക്ക്? ഫ്രാഞ്ചൈസി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെക്കാൾ സ്മാർട്ടായിട്ടുള്ള ആവശ്യക്കാരായിട്ടുള്ള ആളുകളിലേക്ക് നമ്മൾ ഇറങ്ങണം. ഹലോ, ഇങ്ങനെ ഇറങ്ങണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് എത്ര ആളുകൾ നമ്മുടെ കേരളത്തിൽ, ഇപ്പൊ ഒട്ടുമിക്ക ആളുകളും കേരളത്തിലുള്ള ആളുകളാണ്, ആണോ അല്ലേ? പല ആളുകളുടെ പല ടീമിലുള്ള മെമ്പേഴ്സ് ഉണ്ട്. പല ടീമിലുള്ള മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. എന്റെ പല സുഹൃത്തുക്കളായിട്ടുള്ള എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് ലൈക്കും തംസപ്പ് ഒക്കെ തരുന്ന ഒരുപാട് ആളുകൾ എന്തുണ്ട്, ഇവിടെ ഇന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ കേരള